ഹലോ എവരിബഡി, എന്തൊക്കെയാണ് വിശേഷം? എല്ലാ മച്ചന്മാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ പുതിയൊരു ട്രേഡിംഗ് പരിപാടിയായിട്ട് ഇറങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അംബുജയിലാണ് നമ്മുടെ എല്ലാം. ഓക്കെ, അപ്പോൾ അംബുജയിൽ നിന്ന് ഒരുപാട് ഡൗൺ നിൽക്കുന്നത് പറഞ്ഞുകൊണ്ട് ബൈ ചെയ്യാനുള്ള ഉദ്ദേശമാണ്. നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നാട്ടിലാണ് കേട്ടോ. നാട്ടിൽ നല്ല മഴയും അത്യാവശ്യം ചുമയും പനിയൊക്കെ ഉണ്ട്. സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. 10,000 രൂപക്കുള്ള എടുക്കാം അല്ലേ? 10,200. ഓക്കെ, കഴിഞ്ഞ ദിവസം 10,000 വെച്ച് എന്താണ് ചെയ്തത്? അന്ന് ഈ പറഞ്ഞ ഒരു 1.5-2% അടുത്താണ് പ്രോഫിറ്റ് ഉണ്ടായുള്ളൂ. എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്നുള്ളതല്ല, ഞാനൊന്നും പറയാറുള്ള പോലെ എന്നും അത് പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാന്നുള്ളതിലാണ് നമ്മൾ കണ്ടേക്കുന്നത് കേട്ടോ. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോരയിലുള്ള തുടക്കം നല്ല തന്നെ ആയിരിക്കും അല്ലേ. എനിവേ, എപ്പോഴും പറയാറുള്ള പോലെ ഒരു ദിവസം 2 ട്രേഡ് ചെയ്യുക. ഫസ്റ്റിൽ അത് ലോസ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇത് ചിലപ്പോൾ 2 ട്രേഡ് ചെയ്യും. ഫസ്റ്റിൽ പ്രോഫിറ്റാണ്, രണ്ടാമത്തും പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ വല്ലതും കിടപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. സാധാരണ കേസിൽ എടുക്കാറില്ല. സാധാരണ കേസിൽ 2 സ്റ്റോപ്പ് ചെയ്യും. എന്തായാലും എന്താ അതിൻ്റെ ഇടപാട് നോക്കാം. ഓക്കെ, സമയം കണ്ടല്ലോ 9:24. ഇത് നാട്ടിലത്തെ സമയമുണ്ട്, ബെയറിങ് ടൈം അല്ല. ഇത് ഇപ്പോൾ നാട്ടിലുള്ള അങ്ങോട്ട് നാട്ടിലത്തെ സമയമാണ്. മുമ്പൊക്കെ ഒരുപാട് താഴോട്ട് വന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, NR4 ലിസ്റ്റിലുള്ള പെട്ട സാധനമാണ് അംബുജ. അപ്പോൾ ഒരു കയറ്റം അനിവാര്യമാണ്. കയറ്റം ഉണ്ടോ നോക്കാം. പ്രോഫിറ്റിലാണെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടിയും എടുക്കും. അതും പ്രോഫിറ്റിലാണെങ്കിൽ പിന്നെ വല്ലതും എടുക്കാൻ പറ്റിയ, ട്രേഡ് ചെയ്യാൻ പറ്റിയ പോലെ എന്തെങ്കിലും ഉണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ വിടും. 3 കൂടുതലൊന്നും എടുക്കില്ല. ചെറുതായിട്ടൊരു അനക്കം കാണുന്നുണ്ട്. മൂന്ന് ട്രേഡിൽ കൂടുതലൊന്നും എടുക്കാറില്ല. മുമ്പ് ചെയ്യുമായിരുന്നു. മുമ്പ് ഇതുപോലെ എത്രയൊക്കെ പ്രോഫിറ്റ് ഉണ്ടോ അതത്ര ഇങ്ങനെ അടിച്ചടിച്ച് പോകും. ഇപ്പോൾ 3 എടുത്തിട്ട് 3 പ്രോഫിറ്റ് ആണെങ്കിൽ അടുത്ത് 4ാമത്തേക്ക് വരും. എവിടെ ലോസ് വരണോ അവിടെ വരെ പോകുമായിരുന്നു. പക്ഷെ എന്താ കുഴപ്പം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ ചിലപ്പോൾ 5-6 ട്രേഡ് എടുത്തിട്ട് 6 പ്രോഫിറ്റ് ആണെങ്കിലും ചിലതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ടാക്സും സംഭവമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും ഉണ്ടാവില്ല. അത് നഷ്ടത്തിലായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ഈ ട്രേഡിന് എണ്ണം കൂട്ടുന്നതിലല്ല കാര്യം. 1-2 മാക്സിമം 3 ആവശ്യമില്ല, 2 ആവശ്യമുള്ളൂ. കാരണം 2 എന്ന് പറഞ്ഞാൽ, കാരണം 3ാമത്തൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡ് കൺട്രോൾ ഫുള്ള് പോകും. പിന്നെ നമ്മൾ വായി തോന്നിയൊക്കെ പോയി എടുക്കും. ഞാനിതിനകത്ത് സംഭവം പറഞ്ഞാൽ ഈ സബ്ജക്റ്റ് തുറന്നെന്ന് വിചാരിച്ചതല്ല, ട്രേഡിങ്ങിൻ്റെ സബ്ജക്റ്റ്. എനിക്കാണെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ടൊരു ബഹറിലായിരുന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ടൊരു ബോറടി മാറ്റാനായിട്ടൊരു സെറ്റപ്പിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ്. പക്ഷേ ഇപ്പോൾ ഞാനും കുറച്ച് ഇൻട്രസ്റ്റഡായി തുടങ്ങി. യൂട്യൂബിലല്ല കേട്ടോ, ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റഡായി തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നിനും സ്റ്റോപ്പ് ലോസ് വെക്കാറില്ല കേട്ടോ. കാരണം എന്താ അറിയോ, നിങ്ങൾ ഇത് കുറച്ച് നേരം കണ്ടേ മനസ്സിലാവും എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്തതെന്നുള്ളത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, 1,000 സബ്സ്ക്രൈബറൊക്കെ ആവട്ടെ. 1,000 സബ്സ്ക്രൈബറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു 10,000 വെച്ചിട്ട് ഒരു 100 days ഓഫ് ട്രേഡിങ് ചലഞ്ച് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് പരിപാടി എന്നുള്ളത്. 100 days എന്ന് പറഞ്ഞാൽ 100 days ട്രേഡിങ് ഒരു 3.5 മാസം 4 മാസം എടുത്തെടുക്കും. അത്രയും നമുക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണ് നമ്മളുടെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ കളിക്കാൻ പറ്റിയ കുറച്ച് പിള്ളേരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5,000 വെച്ചിട്ടോ 10,000 വെച്ചിട്ടോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 100 days ചലഞ്ച് പോലെ. ഓരോ ദിവസം എല്ലാവർക്കും എത്ര പ്രോഫിറ്റ് കിട്ടി, എല്ലാവർക്കും എത്ര ലോസായി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ താഴെ ഇങ്ങനെ എഴുതി കമൻറ്റ് എഴുതിപ്പോൾ
ഒരു 100 ഡേയ്സ് ചലഞ്ച്. അതിനകത്ത് ഞാൻ മുമ്പും ഇതുപോലെ ഈ ചലഞ്ച് പലവട്ടം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടല്ലോ. അത് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഡയറിയിൽ നോട്ട് ചെയ്ത്, ഡയറി എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഡയറി അല്ല, മൊബൈലിൽ തന്നെ ഡയറി തന്നെ നോട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ തന്നെ പോകണമെന്നല്ലേ, ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പോയാൽ മതി. പക്ഷേ എന്നിരുന്നാലും ആ ഡയറിയിൽ അത് നോട്ട് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഏതൊക്കെ ദിവസം പ്രോഫിറ്റ് ആയിരുന്നു, ഏതൊക്കെ ദിവസം ലോസ് ആയിരുന്നു, പ്രോഫിറ്റ് ആയത് എത്ര, ലോസ് ആയത് എത്ര എന്ന് മാത്രം ഇങ്ങനെ കണക്ക് എഴുതി പോകുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ലോസിലേക്ക് കൊടുക്കാതെ പ്രോഫിറ്റിലേക്ക് കൊടുക്കാനൊരു ആകാംക്ഷ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ എല്ലാ ആഴ്ചയിടുന്നല്ല, എല്ലാ ദിവസവും എടുത്ത് ചെക്ക് ചെയ്യും. പിന്നെ അതിനകത്ത് ഇത്തിരി അഡിക്ഷൻ കൂടുന്നു മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ വീണ്ടും ഈ പറഞ്ഞിട്ട് ഒന്നുകൂടി തുടങ്ങണം എന്ന് തോന്നിയപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കമൻ്റൊക്കെ ചെയ്തപ്പോൾ നമുക്കൊരാഗ്രഹം. അപ്പോൾ ഈ ട്രേഡിങ്ങിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിൻ്റെ സബ്ജക്റ്റായിട്ട് തോന്നാറില്ല. ഞാനതിനകത്ത് ഒരു ബഹറിലൊരു ജോലി അന്വേഷിച്ച് പോയിട്ട് അവിടെ ഒന്ന് പെട്ട് നിന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു ചാനലിൽ വായി തോന്നിയൊക്കെ സംസാരിക്കാമെന്ന് ഓർത്തിട്ട് തുടങ്ങിയ ചാനലാണ്. പക്ഷേ എന്നുള്ളൂ ഈ ട്രേഡിങ്ങിൻ്റെ സബ്ജക്റ്റ് വന്നപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉഷാറായത്. എനിക്കും താല്പര്യമാണ്. താല്പര്യമുള്ള സബ്ജക്റ്റ് വരുമ്പോഴാണല്ലോ നമ്മളും ഒന്ന് ഇതാവുള്ളൂ. താഴേക്ക് ഇറങ്ങിയ സ്പീഡില്ല, മേലോട്ട് കയറാനല്ലേ. സമ്മറി നോക്കാം. സമ്മറിയിൽ 51 49 ഇപ്പോൾ താഴേക്ക് മുന്നേക്ക്. ഏതായാലും ഇതിങ്ങനെ മുകളിലോട്ട് കയറണം ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള വ്യൂ കാണിക്കാം. ഓക്കെ, ഇപ്പോഴത്തെ സമയം എപ്പോഴാണ് നോക്കിയോ? 10:25. ഈ സമയപ്പോഴേക്കും സാധനം ഈ ലെവലിൽ എത്തി. മേളിൽ ലൈൻ കണ്ടോ? ആ ലൈൻ വരെ ഒരു പ്രതീക്ഷ കൊടുക്കുന്നുള്ളൂ. ആ ലൈനായിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ മേലെ എവിടെ വെച്ച് കയറണം അവിടെ വെച്ച് കട്ടാക്കാം. അതാണ് പ്ലാൻ. ഓക്കെ, പിന്നെ എന്താണ് പറയാമെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, മറ്റേ ആ നിർമ്മല സീതാരാമൻ്റെ ഒക്കെ മറ്റേ ടാക്സ് കൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രേഡിങ്ങിനകത്ത് വലിയൊരു കോലുകളൊക്കെ ഉണ്ടാക്കിയല്ലോ. അത് ഈ പറഞ്ഞ പോലെ ഇതൊന്നുമില്ല, ഈ ഓപ്ഷൻ ട്രേഡിങ്ങിനും അങ്ങനെയുള്ളവർക്കൊന്നും വലിയ തലവേദനയില്ല. അവർക്കാണ് പണിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് തലവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളുടെയൊക്കെ മാർജിൻ കുറഞ്ഞോ എന്നൊരു സംശയം. സാധാരണ പറയാൻ കാരണം വെച്ചാൽ സാധാരണ ഈ വെറുതെ ഒരു ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ട്രേഡിങ് ഒരു ഹരമായിട്ട് മാറുന്ന സമയമുണ്ട്. ആ സമയങ്ങളിലൊക്കെ വെറുതെ ഒരു 5,000 ഇട്ടാൽ തന്നെ എന്തൊന്നും ഒരു 200 250 ഒക്കെ നമുക്ക് ജസ്റ്റ് കയറി നമ്മൾ ഏൺ ചെയ്ത ദിവസങ്ങളുമുണ്ട്, ഏൺ ചെയ്യാറുള്ളതാണ്. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എത്ര പോയിന്റ് കയറിയാലും വലിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നില്ല. എന്താണ് ഇനി എൻ്റെ തെറ്റ് മിസ്റ്റേക്കാണോ ദൈവത്തിനറിയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് മറ്റേ 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു കുറച്ച് ആൾക്കാരൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഡെയിലി ഒരു 10,000 റുപ്പീസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു 5,000 റുപ്പീസ് വെച്ചിട്ട് ഡെയിലി നിങ്ങളുടെ എല്ലാവരും സേവിങ്സിൽ നിന്ന് ഇത് കളിച്ച് പഠിച്ചവരുടെ കാര്യമായിട്ട് പറഞ്ഞത്. കളിച്ച് പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരൊക്കെ കാശ് കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കിടന്ന് കരയരുത് ഉള്ള കാര്യമാണ് പറഞ്ഞേക്ക്. അങ്ങനെ കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കേട്ടോ നമുക്ക് ഇനി വീണ്ടും അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ നമുക്കൊരു താല്പര്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങളും കൂടി ഒന്ന് സെറ്റാക്കി വിട്ടണം. ഏകദേശം 1 അവറിനടുത്ത് സ്കിപ്പ് ചെയ്തിട്ടും പിന്നെ കണ്ണ് സീനിതാണ്. നോക്കാം. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ മറ്റേ ഈ ഫസ്റ്റ് ട്രേഡ് ലോസ് ആണെങ്കിൽ പിന്നെ കളിക്കില്ല എന്ന് പറഞ്ഞ കാര്യം, അത് ഈ പറഞ്ഞ പോലെ ഞാനത് ചെയ്യാറില്ല. കാരണം ആദ്യം നമ്മളെ മൈൻഡിൽ അത് പഴയ നഷ്ടം നികത്തി വേറൊരു നല്ല പ്രോഫിറ്റ് ട്രേഡ് എടുക്കണമെന്ന് ചിന്ത വരും. ചിലപ്പോൾ അത് സക്സസ് ആവാം, ചിലപ്പോൾ അത് സക്സസ് ആവാതിരിക്കാം. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പീരിയോട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് നേരത്തെ നഷ്ടപ്പെട്ട എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഡബിൾ പിടിക്കണം എന്നുള്ള മൈൻഡിലായിരിക്കും. അപ്പോൾ ഓടിച്ചാടി ലാസ്റ്റ് ലൈനും ടച്ച് ചെയ്ത് ഒന്ന് മേലോട്ട് കയറിയിട്ടുണ്ട്. ശരിയാണ്, എവിടം വരെ കയറുന്ന അവിടെ കയറണം, അവിടെ നമുക്ക് കട്ട് ഓഫ് ചെയ്യാം. ഓക്കെ.
ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റേ ഈ ലോസ് ഒന്ന് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ട്രേഡ് എടുക്കുമ്പോഴുള്ള അവസ്ഥയുടെ കാര്യം പറഞ്ഞത്. അതൊരു റിവെഞ്ച് ട്രേഡിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രേഡ് ലോസ് ആണെങ്കിൽ പിന്നെ സെക്കൻഡ് ട്രേഡും തേർഡ് ട്രേഡിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. അല്ലെങ്കിലും തേർഡിനെ കുറിച്ച് വലുതായിട്ട് ചിന്തിക്കാറില്ല. ഫസ്റ്റും സെക്കൻഡിലും ഒരു 4 to 5 പ്രോഫിറ്റ് എത്തി ഞാൻ ആ പരിപാടി അവിടെ വിടും. കാരണം പണ്ടും ഞാൻ എപ്പോഴും ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു ടോപ്പ് ലെവലെത്തി, ഇനി അധികം കയറാനില്ല എന്ന് തോന്നുക നോക്കാം. പണ്ട് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇത് ഡെയിലി എൻ്റെ ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളുടെ ഒരു പരിപാടി. ഡെയിലി നമ്മുടെ ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെറിയ എമൗണ്ട് കയറുള്ളൂ, ശരിയായിരിക്കാം, നിങ്ങൾക്ക് പ്രാന്താണെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, കമൻറ്റിൽ പലരും ചോദിച്ചിട്ടുണ്ട്, മുമ്പുള്ള വീഡിയോസിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ ചെറിയ രൂപയ്ക്ക് വേണ്ടിയിട്ട് അതിരിക്കും എനിക്ക് പ്രാന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഒരു ഗെയിം മോഡായിട്ട് എടുത്താൽ മാത്രമാണ് ഇത്ര മതി. നമുക്കിത് കട്ട് ഓഫ് ചെയ്യാനുള്ള പരിപാടി ചെയ്യണം. ഇനി അതിന് മേളിലോട്ടൊരു വളർച്ച പ്രതീക്ഷിക്കുന്നത് നല്ലതല്ല. കാരണം താഴെ ഇത്രയും വന്നില്ലേ, മതി, ഇത്രയും മതി. ഞാൻ ആ സ്റ്റോപ്പ് ലോസ് വച്ചറിഞ്ഞ് നിങ്ങൾ നോക്കി, ഞാൻ ഏറ്റവും താഴെ തുടങ്ങിയതാണ്, ഈ റെഡ് ലൈൻ അങ്ങേറ്റത്ത് തുടങ്ങിയതാണ്. സ്റ്റോപ്പ് ലോസ് വച്ചറിഞ്ഞ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ സ്റ്റോപ്പ് ലോസ് തിന്നിട്ട് വീണ്ടും നമ്മൾ ചിലപ്പോൾ ഇനി താഴോട്ടാന്നിരിക്കുമ്പോൾ മേലോട്ടിരിക്കും പോണേ. അപ്പോൾ അവിടെയും സ്റ്റോപ്പ് ലോസ് തിന്ന് വീണ്ടും വന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ആ ഒരു 10-15 തൊട്ട് അങ്ങനെ താഴേക്കും വരെയും പോയും ചെയ്തിട്ടാണ് പിന്നെ മേലോട്ട് പോയത്. ഞാൻ അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്ത. നേരത്തെ സ്റ്റോപ്പ് ലോസ് ചേട്ടൻ വയ്ക്കണില്ലെങ്കിൽ ഞാനും വയ്ക്കണില്ല എന്നൊരു ചെറുക്കൻ പറയാം. ഒരൊറ്റ കൊടുക്കാൻ എനിക്ക് തോന്നിയത്. ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്തതിന് എനിക്ക് ഇതുള്ളൊരു കറക്റ്റായിട്ട് റീസൺ ഉണ്ട്. പക്ഷേ അത് പോകേണ്ട 400 ചില്ലാനെ മതി, കട്ടേഫ്. Mm-hmm. 350 400 ചില്ലാനത്തിന് കട്ട് ഓഫ് ചെയ്തപ്പോൾ മറ്റേ ഇതെന്തോ കയറിയിട്ടുണ്ട്. ഏതാ മറ്റേ അത് വേറെ ട്രേഡ് എടുക്കാം. 350 എന്തായെന്ന് പറയാം, എന്തോ ടാക്സ് എന്തോ സാധനം അപ്പോൾ ലൈവിൽ കട്ട് ചെയ്തതാണ്, എന്തോ സാധനം, എന്തോ ഒരു ചാർജ് അവിടെ കട്ട് ചെയ്തെന്തായി. ഇതേപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്തൊക്കെ എനിക്ക് ടാറ്റ മോട്ടോഴ്സ് ഒന്നുകൂടി നോക്കട്ടെ, നോക്കാം. എല്ലാം ബെയ്യനാവട്ടെ, അതും ഒരു 10,000 രൂപ തന്നെ എടുക്കാം അല്ലേ. 10,437. ഓ പണ്ടാര നിഫ്റ്റി ബാങ്കൊക്കെ റെഡാണല്ലോ കാണിക്കണേ. ഞാനാണെങ്കിൽ എടുത്തത് ബൈയും. എന്തായാലും അവിടെ നിൽക്കട്ടെ, നമ്മുടെ പറഞ്ഞു വന്ന സബ്ജക്റ്റിലേക്ക് വരാം. അവനെന്താ അവസ്ഥ നോക്കട്ടെ. ഇവനും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തിട്ട് പഠിക്കും. നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് കൂടി നമ്മൾ നോക്കും. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല. ഓക്കെ. ഇപ്പം ഞാൻ എപ്പോഴും വ്യാഖ്യാനമുള്ള ഇതിനകത്തുള്ള ക്യാപിറ്റൽ കൂട്ടാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇന്നലെ ഇതുള്ള ഒരു 10,000 വെച്ച് ഞാനൊരു ട്രേഡ് എടുത്ത് തരുന്നു. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് എന്തോ 200 താഴെ 150 160 എന്തോ ആ എമൗണ്ടിന് എനിക്ക് ക്ലോസ് ചെയ്തു. പ്രോഫിറ്റിൽ കേട്ടോ, ക്ലോസ് അല്ല പ്രോഫിറ്റിൽ. ഓക്കെ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു 1.5% ആയുള്ളൂ എന്നുള്ളൊരു സങ്കടം എനിക്കില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ക്ലോസ് ചെയ്ത് പ്രോഫിറ്റിലാണല്ലോ, ലോസിൽ കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു സമാധാനമാണ് എനിക്കുള്ളത്. കാരണം നമ്മളത് അങ്ങനെ ഒരു ഡൗൺ ആണല്ലേ. ചോറ് കൊണ്ടുള്ള തുടക്കം നല്ലതാണല്ലോ. നേരത്തെ കാണിച്ച അങ്ങനെ തന്നെയല്ലേ. നോക്കാം, ദിവസം നോക്കാം. ഇടയിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചർച്ച അങ്ങോട്ട് കിട്ടുമോ, ആ ഫ്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയി. ഞാൻ ഇതിലും സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാലേ ഈ സ്റ്റോപ്പ് ലോസ് മാത്രം ഹിറ്റ് ചെയ്തിട്ട് താഴേക്ക് വരും. കാരണം അതൊക്കെ ഇവരുടെ പ്രോഫിറ്റിൻ്റെ ഭാഗമാണ്. ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരും സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് ഇവന്മാർ ഇത് വിഴുങ്ങിയിട്ട് പോകാന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്രോഫിറ്റിൻ്റെ ഭാഗമാണ്. അവരുടെ പ്രോഫിറ്റ് അങ്ങനെയാണ്. നമ്മൾ ചെറിയ റീറ്റെയിൽ
റിയലൈസ് അല്ലേ നമ്മളെ ഇതുപോലെ ചൂഷണം ചെയ്യാന്നുള്ളതാണ് അവരുടെ പ്രോഫിറ്റ്, അല്ലാതെ തന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ മറ്റേ 10,000 അല്ലെങ്കിൽ ഒരു 5,000 വെച്ചിട്ട് ഒരു 100 ഡേ ചലഞ്ച് ട്രൈ ചെയ്യാൻ ആരൊക്കെയുണ്ട്? ഏതായാലും ഒരു 1,000 സബ്സ്ക്രൈബർ ആവട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 100 ഡേ ചലഞ്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത് ഇത്രേ ഉള്ളൂ. അത് ലോസ് കൊടുക്കാതെ അത് എത്ര നിസ്സാര പ്രോഫിറ്റ് ആകട്ടെ, നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതിൽ എത്ര നിസ്സാര പ്രോഫിറ്റ് ആയിക്കോട്ടെ, ആ പ്രോഫിറ്റിൽ കയറി നിൽക്കുക. ആ കയറി നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10,000 വെച്ച് തുടങ്ങിയെന്ന് വെച്ചോ, ഒരു 5% പ്രോഫിറ്റ് കിട്ടിയെന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എത്രയായി? ഒരു 500 രൂപ. അപ്പോൾ ഇന്നത്തെ 5% ആയി. ഓക്കെ, നാളെ നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ 10,500 രൂപയ്ക്കാണ് നാളെ നമ്മൾ ട്രേഡ് ചെയ്യണത്. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇന്ന് 10,000 ചെയ്ത് ഒരു 5% പ്രോഫിറ്റ് കിട്ടി, 500 രൂപ കിട്ടി. നാളെ നമ്മൾ ചെയ്യാൻ പോണത് 10,500 രൂപയ്ക്കാണ്. അന്നും ഈ പറഞ്ഞ പോലെ പോട്ടെ 5% വേണ്ട, 1% 6% ആയുള്ളൂ. ഓക്കെ, അപ്പോൾ 1% കിട്ടുള്ളൂ നോക്കിയാൽ. അപ്പോൾ അത് 10,000-ൻ്റെ 1% അല്ല, 10,500-ന് 1%. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതുപോലെ എൻ്റെ ഇങ്ങനെ ഒരുപാട് കയറി ഇറങ്ങി ഇത് കണ്ടോ. ഇപ്പോൾ സ്റ്റോപ്പ് ലോസോ ചേർന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ അത് ഹിറ്റായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഹെവി നല്ല റേറ്റിലായിരിക്കും നിൽക്കണേ. വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മളങ്ങനെ ഇതിലൊന്നും അങ്ങനെ വീണോടെയുന്നൊരു മനസ്സല്ല നമ്മുടെ. വെയിറ്റ് ചെയ്യും. ഓക്കെ, എത്ര നേരം കളിക്കുന്നോട്ടെ. ഞാൻ എന്തായാലും പേ കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. ആ ബ്ലൂ ലൈൻ കണ്ട് താഴെയുള്ള ആ ബ്ലൂ ലൈൻ, ആ മറ്റേ ഡാർക്ക് ബ്ലൂ ലൈനില്ലേ, എൻ്റെ തൊട്ട് താഴെ ബ്ലൂ ലൈൻ ഉണ്ട്. അവിടം വരെ വരുമോ നോക്കട്ടെ. അവിടെ വരെ വന്ന് കഴിഞ്ഞാൽ നേരെ എന്തായാലും അപ്പം തന്നെയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ അങ്ങനെ ഇപ്പോൾ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 600 രൂപ നമ്മൾ കിട്ടി. നെക്സ്റ്റ് ഡേ അതും ആ ട്രേഡിങ്ങിൽ തന്നെ ഇടുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ട്രേഡിങ്ങിൽ നിന്ന് ഒരു രൂപ പോലും വിഡ്രോ ചെയ്യാതെ ഒരു 100 ഡേയ്സ് ചലഞ്ച്, ഒരു 5,000 നിങ്ങൾ പറഞ്ഞ പോലെ 5,000 സ്റ്റാർട്ട് ചെയ്യാം. 10,000 ആകുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും. ഈ പറഞ്ഞ പോലെ ടാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 100-150 രൂപയെങ്കിലും ക്ലോസ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയമൊന്നും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഡെയിലി ഒരു ഹാഫ് ആൻ അവർ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിന് അങ്ങനെ പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യണം. 187 രൂപ മൈനസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അത് കുഴപ്പമില്ല. അതിനകത്ത് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വച്ചായിരുന്നു. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അവൻ വീണ്ടും മേളിലേക്ക് തന്നെ പോവുള്ളൂ. ശരി, ഇതെങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും ബോറടിക്കും. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കട്ടാക്കിയിട്ട് ഇതിൻ്റെ വേറെ വ്യൂ കാണിക്കാം കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞിട്ട്. ഞാൻ പേ അടിച്ചപ്പോൾ നോക്കി. ഞാൻ കാര്യം ചെയ്യാം. കുറച്ച് ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാവും, നിങ്ങൾക്കും ടെൻഷനാവും. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഹലോ, ഇതേ ഇപ്പോൾ 11:83 വന്നേക്കണേ. അവനങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം താഴേക്ക് ഇറങ്ങി അങ്ങനെ നിന്ന് കളിപ്പിച്ച് നിന്നു. ഞാനും സ്റ്റക്കായി. പക്ഷേ ഇപ്പോൾ അവൻ കയറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നുകൂടി റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പലിൽ വാക്കിനൊന്നും കയറി ഒന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ട്രേഡ് ചെയ്ത പോലെ എന്തെങ്കിലും കയറും എന്നുള്ളൊരു ഉറപ്പുള്ള ട്രേഡറിനെ എടുത്ത് ഓണാക്കി ഇട്ട് വെച്ചിട്ട് പോകൽ ഫോൺ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വിടുമ്പോൾ എടുത്ത് പൊക്കി വെക്കും. എന്നിരുന്നാലും അങ്ങനെ എപ്പോഴും ചെയ്യാറുണ്ട്. കാരണം ഇതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് വിട്ടുപോയിട്ട് ഇപ്പോൾ നിങ്ങൾ വന്നപ്പിന്നെയാണ് വീണ്ടും കുറേശ്ശെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയത്. ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എനിക്കുള്ള സമയം കിട്ടാറില്ല. അല്ലാതെ എനിക്ക് എപ്പോഴും ഗെയിം മോഡ് പോലെ തന്നെയാണ്. എനിക്കിന് സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് എനിക്ക് കളിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ കണ്ടോ, ഞാൻ എപ്പോഴും കളിക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ പറയണേ. എപ്പോഴും കണ്ടോ, ഞാനതൊരു ഗെയിമായിട്ട് എടുത്തിട്ടുള്ളൂ. ഞാനത് ബെയ്യ അടിച്ചപ്പോൾ 44% ആൾക്കാരാണ് ബെയ്യ അടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അത് താഴേക്ക് സെല്ല് വരുമെന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണേ. ഇപ്പം 57%. ഇന്നത്തേൽ ഒരു 3/4 വരെ കയറിയിട്ടുണ്ട് അവൻ. 53 വീക്സിൻ്റെ ആകെ 3/4 നിൽക്കണേ. കയറും എന്ന് തന്നെയാണ് നോക്കണേ. കയറണം.
ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതിനിങ്ങനെ ടെൻഷൻ അടിക്കുക എന്നുള്ളതല്ല, അവൻ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയറിക്കോട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നേരത്തെ ആ 157 അതായത് ഒരു 1.5% മറ്റേ ലോസ് വന്നപ്പോൾ അത് കട്ട് ഓഫ് ആണെന്ന് തന്നെ വിചാരിച്ചിരുന്ന കേട്ടോ. പക്ഷേ ഒന്നും കൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി വെയിറ്റ് ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ ഒരു ചേഞ്ച് ഉണ്ട്. എന്നാൽ പിന്നെ ഇതെവിടം വരെ പോകും നോക്കാം. പോണത്രത്തോളം നമുക്കും പോകാം. എന്നിട്ട് അവൻ എവിടുന്ന് അവൻ വഴി മാറണോ അവിടെ വെച്ച് നമുക്ക് പിരിയാം. ആ സെറ്റപ്പിലാക്കാം. മറ്റത് നിങ്ങളോട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം പറയാനൊക്കെയാണ് നല്ല സുഖമാണ്. ഇതിനകത്ത് ഇത് നോക്കിയിരുന്നുകൊണ്ട് കമൻറ്റ് അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടായിപ്പോ. നാട്ടിൽ വന്നപ്പോഴാണെങ്കിൽ ഇവിടെ ഫ്രണ്ട്സ് ആരുമില്ല, എല്ലാവരും പുറത്താണ്. ഇവിടെ വന്നിട്ട് ആകെ വട്ടായി. എത്രയും പെട്ടെന്ന് തിരിച്ച് പേരലെത്തിയെന്നൊരു ഒറ്റ ചിന്തയുള്ളൂ. 2 മാസം പിടിക്കും. ഞാൻ എന്തായാലും ഒന്ന് കട്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. വെയിറ്റ്. ഹലോ. അപ്പോൾ അവനങ്ങനെ വീണ്ടും മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കയറ്റത്തിലും അധികം വലിയ പ്രതീക്ഷ ഞാൻ കൊടുക്കുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഏതായാലും മുമ്പൊക്കെ നേരത്തെ കയറിയ പോയിൻ്റില്ല, ആ പോയിൻ്റിൽ എത്തുമെന്ന് കേട്ടോ. എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവൻ മുകളിലേക്കാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, മുകളിലേക്ക് തന്നെ നോക്കിയിരിക്കാം. അതെല്ലാം താഴേക്കാണെങ്കിൽ നമുക്ക് സെൽ ഔട്ട് ചെയ്ത് മാറാം. വിചാരിച്ച് ചുമ്മാ നോക്കിക്കിടന്ന സമയത്ത് ചുമ്മാ ഒറ്റയടിക്ക് വിട്ടൊക്കെ സെല്ലടിച്ച് ആ താഴോട്ട് കുത്തര അടി കിട്ടോ. അതായിരിക്കും ഏറ്റവും വലിയ കോമഡി. ഞങ്ങൾ തന്നെ ശരി. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, മാർജിൻ കുറവുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന്. പ്രോഫിറ്റ് കൊല്ലം കുറയുന്നുണ്ടോ എന്ന് സംശയം. ഇനി അതിനകത്ത് വല്ല ഇനി എക്സ്ട്രാ ടാക്സ് എക്സ്ട്രാ കയറിയിട്ടുണ്ട്, അത് മനസ്സിലാവുന്നുണ്ട്. തന്നെ അതുകൊണ്ടാണോ ഒന്നറിയില്ല. പോർട്ട്ഫോളിയോയിൽ അങ്ങനെ വലിയൊരു പ്രോഫിറ്റിന് വലിയൊരു ഇത് കാണിക്കണം. സാധാരണ 10,000 ഇടുമ്പോൾ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചട്ടപ്പെട്ട് ചെയ്യുന്ന 500 എന്തായാലും അവിടെ നിന്ന്, കാരണം ഇത്രയും മൂവ്മെൻറ്റൊക്കെ വരുമ്പോൾ. ഇത് ഇങ്ങനെ അടി നിൽക്കുന്നുണ്ട്, എന്താ അറിയില്ല. എന്തായാലും 4% തൊട്ട് ഒരു 10% വരെ നമ്മളൊന്നും മനസ്സിൽ കാണാറുള്ളതാണ്. അത് നമ്മളതൊന്ന് ഇപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞ തവണത്തെ ട്രേഡിൽ തന്നെ ഏകദേശം ഞാൻ ഉദ്ദേശിച്ചതായിട്ടുണ്ട്. എന്തായാലും ഇതുകൂടി വച്ച് നോക്കിയിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് ശരി, ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയണില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കരുത്. അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ അടുത്തടുത്ത് വീഡിയോയും ചെയ്യുള്ളൂ. ഇത് ഈ തേഴ്സ്ഡേയിലെ വീഡിയോ ആണ് കേട്ടോ. നാളെ ഫ്രൈഡേയിലും വീഡിയോ എടുക്കുന്നുണ്ട്, ഫ്രൈഡേയിലും ട്രേഡ് എടുക്കുന്നുണ്ട്. നല്ലതാണെങ്കിൽ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ട്രേഡ് എടുക്കുകയൊന്നുമില്ല. എനിക്കത് കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നിയാണെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കും. അത് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഞാനത് വീഡിയോ ചെയ്യണ്ട കേട്ടോ. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്കും ഒരു ബോറടിയാവും. അതുകൊണ്ടാണ്. താഴേക്കും മേളിലേക്ക് ഇത് എന്താ ഇത്? ഇവിടെ വെച്ച് കട്ട് ഓഫ് ചെയ്യണോ? വെറുതെ വെയിറ്റ് ചെയ്ത് നശിപ്പിക്കണോ? ആ മേളിൽ ആ ഒരു പോയിന്റ് ഒന്ന് ടച്ച് ചെയ്തിരുന്നെങ്കിൽ ടച്ചായി എന്ന് പറഞ്ഞിട്ട് പിന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു. ഇത് ഈ കണ്ടീഷൻ ഒറ്റയടിക്ക് താഴോട്ട് പോയാലോ എന്നുള്ള ചിന്തയാണ് എനിക്ക്. പറയാൻ പറ്റില്ല, കാരണം ആ ചിന്തകൾ എപ്പോഴും ചില സമയത്ത് അത് പോയി കഴിഞ്ഞ് ഞാൻ അപ്പം ഇരുന്നിട്ട് ചേടാ അപ്പടി തോന്നിയതായിരുന്നു എന്ന് അപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉള്ള സമയത്ത് നല്ല മൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇറങ്ങാം. വെറുതെ ഈ റിസ്കി മൂവ്മെൻറ്റിൽ ഇറങ്ങേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മളുടെ സ്വയം ചിന്തയുടെ ഭാഗമാണ് അതൊക്കെ. അല്ലാതെ അതിനകത്ത് ട്രേഡിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം ഇത് ഇത്ര കഴിഞ്ഞ് ഇറങ്ങാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ നേരത്തെ അതിന് മുമ്പുള്ളത് മേളിൽ നിന്ന് മുട്ടിക്കണണ്ട, ഏറ്റവും മേളിലുള്ളതല്ല, അതിനെ തൊട്ട് താഴെ 3-4 ലൈൻ ഒരു പച്ച ചുമപ്പ് അങ്ങനെ അവിടം വരെ മുട്ടിയിട്ട് പിന്നെ ഇറങ്ങാമെന്ന് ഓർത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം.
കുറച്ച് നേരം ഇവിടെ നോക്കും. അതിലും ആയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചിലപ്പോൾ ഞാനെപ്പോഴും 5 മിനിറ്റിൻ്റെ കേട്ടോ വ്യൂ ആയിട്ട് ഇടാറുള്ളൂ. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. വെയിറ്റ്. ഹലോ, ഇപ്പോൾ റെക്കോർഡ് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ കേട്ടോ. 12:13. അപ്പോൾ ഓപ്പണാക്കാൻ കാരണം ഇവനങ്ങനെ അധികം അങ്ങോട്ട് കയറുന്നില്ല. അത് അവിടെ ഇവിടെയൊക്കെ തട്ടി നിൽക്കുകയാണ്. അപ്പോൾ അധികം താമസിപ്പിക്കണ്ട, കഴുത്തിറക്കാമെന്നുള്ളതാണ് ഒരു തീരുമാനം. ചെറുതായിട്ട് കയറാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കണത്. ശരി, എന്തായാലും ഒഴിവാക്കാം അല്ലേ. കട്ട് ഓഫ് ചെയ്യാൻ ചിക്കണ സമയത്ത് 190 കാണിക്കും. വേണ്ട, 200 മേളിൽ വരട്ടെ. 200 മേളിൽ വന്നിട്ട് കട്ട് ചെയ്താൽ മതി. കാരണം കട്ട് ചെയ്യുമ്പോൾ എന്തോ ടാക്സും വാങ്ങത്തൊലിയൊക്കെ ഉണ്ട്. മതി, കട്ട് ചെയ്യാം, അത് നല്ലത്. ഇനി വച്ചുകൊണ്ടിരുന്ന തലയിലാവും. ആ 200 മേളിലാണെങ്കിൽ എടുത്ത് കട്ട് ചെയ്യാം. യെസ്. കുറച്ചുകൂടി കൂടെ ഇട്ട് എന്നിട്ട് കട്ട് ചെയ്യാം അല്ലേ. ഓഹോ, എന്താ അത്? 381 നേരത്തെ ഉണ്ട്. ഓക്കെ, എത്ര കിട്ടി നോക്കട്ടെ കേട്ടോ. 201. അപ്പോഴും അവിടെ 10-25 രൂപ നേരത്തെ കട്ട് ചെയ്തപോലെ ഇപ്പോഴും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും 600 ചില്ലാനായി. ടോട്ടൽ അമൗണ്ട് എത്ര? 11,145. 10,562 നേരത്തെ ഉണ്ടായിരുന്നു. അതിനകത്ത് 582 എക്സ്ട്രാ ആഡ് ആയിരിക്കുകയാണ്. 5% അല്ലേ. ഒരെണ്ണം കൂടി എടുത്താലോ? ചിലപ്പോൾ ഇനി ഒറ്റയടിക്ക് വേറെ 5% ഒന്നുകൂടി ഒരുമിച്ച് വരികയാണെങ്കിലോ 10% ആയാലോ. ഒരെണ്ണം കൂടി എടുത്ത് നോക്കാം അല്ലേ. അൺഎബിൾ ടു ട്രേഡ് 582 എന്ന് പറഞ്ഞത് അത് ഇന്ന് കിട്ടില്ല എന്നുള്ളൂ കേട്ടോ. നാളെ കിട്ടും. നാളെ ആകുമ്പോഴേക്കും അത് ഓപ്പൺ ആയി വരും. ഓർമ്മ എടുത്ത് നോക്കാം ഒരു സമാധാനത്തിന്. അംബുജ ഇനി എടുത്തിട്ട് വലിയ കാര്യമില്ല. HDFCയോ ടാറ്റ മോട്ടോഴ്സ് അവിടുന്ന് പിന്നെ അനങ്ങിയിട്ടില്ല. അത് അവിടുന്ന് സെല്ലടിച്ചിറങ്ങിയാലും നല്ലതായിരുന്നു. പക്ഷേ അതിന് ഒരു ഉറപ്പില്ല. അവൻ്റെ നിപ്പ് കണ്ടിട്ട് താഴോട്ടോ മേളിലോട്ടൊന്നൊരു ഉറപ്പില്ല. ഇല്ലെങ്കിൽ അത് അവിടെ ഒരു സെല്ലെടുക്കായിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലല്ല. വേറെ ഓരോണ്ട് എടുക്കണോ? എടുക്കാം. HDFC 636-60. ഇതെൻ്റെ ഫ്രണ്ട് ഒരാൾ പറഞ്ഞിട്ട് ചെക്ക് ചെയ്യണതാണ് കേട്ടോ. വേണ്ട, അദാനി പോർട്സ് മാത്രമേ നമ്മുടെ ഉള്ളൂ അല്ലേ. വേണ്ട, അദാനി പോർട്സിൻ്റെ അദാനിയുടെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഏത് നിമിഷം എന്ത് സംഭവിക്കാം. വേറെ കോര് കളിക്കാൻ പറ്റിയ ട്രേഡ് വേറെ ഏതാണെന്നുള്ളത് നിങ്ങൾക്കോട്ട് മനസ്സുണ്ടോ? നിഫ്റ്റി മേളിൽ രണ്ടും ഇപ്പോൾ പച്ചയായല്ലോ. IRTC ഈ ലെവലിലാണ്. വേറെ ടാറ്റ മോട്ടോഴ്സ് താഴേക്കാണെന്നോ മേളിലേക്കാണെന്നോ ഒന്നും കാണിക്കാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതെടുത്ത് ശരിയാവില്ല. ഹലോ, ഞാനേ വീണ്ടും അടുത്ത റെക്കോർഡ് കാണാൻ കാരണം ഒരു പുതിയ കണ്ടുപിടിച്ചു. HDFC നല്ല ഹൈപ്പിലുള്ള, നമുക്ക് സെല്ല് ചെയ്യാം. 10,000 രൂപ തന്നെ എടുക്കാം. എത്ര എണ്ണം കിട്ടും? 31 എണ്ണം കിട്ടും. 10,250 രൂപ. ഓക്കെ, HDFC
HDFC എടുക്കാൻ വേറെ പ്രത്യേകിച്ച് കാരണമുണ്ട്. HDFC നല്ല ഹൈപ്പിലുള്ള കേട്ടോ. അപ്പോൾ ഒന്ന് താഴോട്ട് ഇറങ്ങാം എന്ന് എനിക്ക് തോന്നി. പക്ഷേ ചുമ്മാ ഇങ്ങനെ ഇതിങ്ങനെ കയറിക്കൊണ്ടിരുന്ന എന്ത് രസം, കയറി ഇറങ്ങുക അതാണല്ലോ ട്രേഡിങ്. അപ്പോൾ ഇതിങ്ങനെ ഇവൻ കയറിയത് മതി, ഇനി താഴോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ എത്ര കിട്ടുന്ന പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. എത്ര രൂപ കിട്ടുന്നോ അപ്പം കിട്ടിയിട്ട് ചാടി ഇറങ്ങും. നേരത്തെ ഒരു 5.5% പ്രോഫിറ്റ് ഉണ്ട്, 5.5% പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് 2 കിട്ടിയാലും 3 കിട്ടിയാലും എത്ര കിട്ടിയാലും പ്രോഫിറ്റ്. അപ്പോൾ അത് എത്ര ഇതാക്കി ഇറങ്ങണോ അതൊരു ഇറങ്ങിയിട്ട് നിൽക്കുക, അവിടെ ചാടി ഇറങ്ങുക. പച്ച കത്തി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചോര കത്തി തുടങ്ങിയതായിരുന്നു നമുക്ക് ലക്ഷണം. ആ സാറല്ല, 1 തോറ്റ 3 എന്നാണല്ലോ. അപ്പം ഈ 3ാമത്തെ പറഞ്ഞ പച്ചയിൽ നിൽക്കട്ടെ. സെല്ല് ചെയ്ത് മണ്ടത്തിനായോ? അതവിടെ ഇങ്ങനെ കിടന്ന് കത്തി കളിക്കട്ടെ. നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഇതിലൊന്നും ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്താ, നിങ്ങളുടെ തീരുമാനം എന്താ? മറ്റേ ഡെയിലി ഒരു 10 രൂപ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു 5000 രൂപ വെച്ചിട്ട്, കുഴപ്പമില്ല, ഒരു 5000 രൂപ വെച്ചിട്ട് നമുക്ക് ഡെയിലി 5000 വെച്ചിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ടാക്സും ഇതെല്ലാം കൊടുത്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പ്രോഫിറ്റ് പിടിക്കണം. അതാണ് ഞാൻ പറഞ്ഞത് 10,000 എന്ന് മനസ്സിൽ പറഞ്ഞതുകൊണ്ടാണ്. സാധാരണ എല്ലാവരും 30,000 40,000 എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ജോലിക്കും ഒരു പണിക്കും പോകാണ്ട് ഇതിനകത്തിരുന്ന് കാശുണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് കളിക്കുന്ന ചേട്ടന്മാരായിരിക്കും. അവന്മാരിപ്പോൾ തന്നെ പെണ്ണുപിള്ളമാരെ സകലതും വിറ്റുണ്ടാവും. വീടിൻ്റെ ആധാരമൊക്കെ പണയത്തിലായിരിക്കും. അപ്പോൾ ആവശ്യമാത്ത പള്ളിയും അതിലേക്കും നിൽക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ ഒരു ഡെയിലി ചെറിയൊരു പ്രോഫിറ്റ് എടുക്കാൻ മാറുക. നമ്മുടെ ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ എത്ര നമ്മളൊരു ദിവസം ജോലിക്ക് എന്ത് കിട്ടും ഇതായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് എന്നും ട്രേഡ് എടുക്കണം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അത്യാവശ്യം പച്ചയായി വരുന്നുണ്ട്, നോക്കാം. അപ്പോൾ ഇതിനകത്ത് എന്നും ഇങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ആഴ്ചയിൽ 2-3 എടുക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒന്നാമത് അതിനുള്ള സമയമുള്ളൂ. ഇപ്പം നാട്ടിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നിന്നാൽ പിന്നെ നാളേക്ക് എടുക്കാമെന്ന് പറയുന്നത് നാട്ടിലായതുകൊണ്ടാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 2 അതും ഈ പറഞ്ഞ പോലെ ആ 2-3 എടുക്കാനായിട്ടൊരു മൈൻഡ് സെറ്റായി ഒന്ന് ചിലപ്പോൾ ഒരു മണിക്കൂർ ഫ്രീ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് നല്ല മൂവ്മെൻറ്റ് ഉണ്ടായില്ലാന്ന് വരും. 96 ഓക്കെ. അപ്പോൾ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായില്ലാന്ന് വരും. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അന്ന് ട്രേഡ് എടുക്കാണ്ട് മാറും. ഇനി അത് എടുത്തേ പറ്റുള്ളൂ എന്നുള്ള മൈൻഡൊന്നും നമുക്കില്ല, എടുക്കാണ്ട് മാറും. നമ്മൾ ഉദ്ദേശിച്ചവരാണ് താഴ്ത്ത് താന്നുണ്ട്, എടുത്തിനും താന്നുണ്ട്. ഇത് മതിയെന്ന് തോന്നുന്നു. ഏകദേശം 1% താഴ്ത്ത് താന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം 1-2% നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇനിയൊരു 5% എടുക്കാമെന്ന് ഓർത്തായിട്ടിരുന്നത്. പക്ഷേ ഈ താഴത്തോട്ട് വരുന്നത് അധികം വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവൻ അങ്ങനെ അടിച്ച് മേലോട്ട് കയറിക്കൊണ്ടിരുന്നതല്ലേ. ഇടയ്ക്ക് താഴോട്ട് മറ്റേ ഇത് തിന്നാൻ വന്നതാ, ഏതാ ഈ നിങ്ങളൊക്കെ വച്ചേക്കണ മറ്റേ സ്റ്റോപ്പ് ലോസ്, അത് നിന്നിട്ട് അളിയാൻ ചിലപ്പോൾ മേലോട്ട് കയറി പോവും. നല്ലതാണല്ലോ, അടിപൊളി. അപ്പം അധികം ആക്രാന്തൊന്നും വേണ്ട, ഇറങ്ങിക്കോ എന്നുള്ളതാണ് കാണിക്കണ ഒരു സൂചനയാണിത്. സൂചന മാത്രം നേടല്ലേ. അല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം കേട്ടോ. നീ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ ചെയ്യാതിരിക്കരുത്. നമുക്ക് എന്നും വീഡിയോ ചെയ്യാം. ഞാൻ ഒന്ന് വീഡിയോ ചെയ്യുന്നതിന് എനിക്ക് താല്പര്യം. നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ കമൻറ്റും കൂടെ ഒക്കെ അടിക്കുമ്പോഴാണ് നമുക്കൊരു താല്പര്യമുള്ളൂ. മനസ്സിലാവുണ്ടോ? ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം കേട്ടോ. അടിപൊളി. അത്യാവശ്യം താഴേക്ക് ഇറങ്ങുന്ന പ്രതീക്ഷ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിൽക്കണോ ഗൈസ്? കുറച്ച് നേരം കൂടി നോക്കാം അല്ലേ. 2ാമത്തെ പോയിൻറ്റും റെഡ് ആളാണ് കാണിക്കണേ. 145 ആയാലും അത്ര താഴേക്ക് ഇറങ്ങിയിട്ട് ബ്ലഡി ഫുൾ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. 150, 160. വലിയ പ്രതീക്ഷ ഇനി ഇതിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇങ്ങനെ മനസ്സിലൊരു ചിന്താവിഷ്ട ശ്യാമളിനെ പോലെ മതി.
അത് മതിയില്ലേ? ഞാനത് ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങാണ്ട് ഇപ്പോൾ 12:47 ഇറങ്ങാതെ കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്തു, എന്താ ഉണ്ടാവണമെന്ന് അറിയാൻ. ഒന്നും ഉണ്ടായില്ല. പിന്നെ ഉണ്ടായ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇനി നേരത്തെ ഇറങ്ങിയെന്നില്ലേ, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതടിച്ച് മാറാം, ഉള്ള പ്രോഫിറ്റ് മതി. 106 നേരത്തെ 130 പോയത്. അപ്പം എന്താ ഇറങ്ങാൻ തോന്നിയില്ല. അത് ഇറങ്ങാതിരുന്നത് ഒരു അടിയായി പോയില്ലേ. ഞാനത് റെക്കോർഡ് ചെയ്താന്ന് വെച്ചാൽ അവനെങ്ങനെ ആ ചെറിയ അതിൻ്റെ ഇടയിൽ കാണാൻ കുറച്ച് 1-2 ചെറിയ ചുമപ്പ് കണ്ട അത് വന്നു പോകാൻ എത്ര സമയം എടുത്തെന്നറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ റെക്കോർഡ് ഓഫ് ചെയ്തതാണ്. അത് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്നെ തല്ലിയിട്ട് പോകും. ഇത്ര നേരം വെയിറ്റ് ചെയ്യാൻ പ്രാന്താണെന്ന് വെച്ചിട്ട് ഞാനും ഇത് വെച്ചിട്ട് ഞാനും ഇടയ്ക്ക് ചെറുക്ക് ചായ കുടിക്കാനൊക്കെ ഞാനും പോയി. പക്ഷെ അതെടുത്ത് താഴേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അവനോട് എത്ര ഇറങ്ങിയെന്ന് നോക്കട്ടെ. അത്ര എത്രയാണെങ്കിൽ നമുക്ക് കട്ട് ഓഫ് ചെയ്ത് മാറാൻ കുഴപ്പമില്ല. ഒന്നിട്ടും താഴട്ടെ അങ്ങോട്ട്. എന്തത്ര ഒരു ബുദ്ധിമുട്ട്. 200 റുപ്പീസ് മതി. 2% ആയി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് ചെയ്യാം. നേരത്തെ ഒരു 5.5% ഇല്ലേ, ഇപ്പോൾ 7.5% മതി, ധാരാളം. എടുക്കാൻ നീ അങ്ങോട്ടൊരു ഉള്ളുവലിവ് കാണണ്ടല്ല, മതി അല്ലേ? ആദ്യം ഇട്ട് വലിപ്പിച്ച് ശരിയാവില്ല. 2% അപ്പോൾ ഇത് 2% മൊത്തം 144. 200 ആയില്ല. എന്നിട്ടും 2% എത്തിയിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കില്ലല്ലോ. ഇപ്പം എന്തൊക്കെ ഉണ്ടല്ലോ. 191 മതി. ഇനി 200 ആണെന്ന് നോക്കിയാൽ ചിലപ്പോൾ എൻ്റെ അതിലൊക്കെ 27 എന്തിനോ കുറച്ച് എന്തിനാണെന്നറിയില്ല എന്ന് പറഞ്ഞാൽ അതിനാണ്ട് എസ്റ്റിമേഷൻ ചാർജെന്നോ അങ്ങനെന്തോ ഇട്ടായിരുന്നത്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത് ഏകദേശം 7.5% 7.75 ഇന്നത്തെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്യാപിറ്റലിൽ കൂട്ടാൻ പറ്റും. നാളെ ഇപ്പോൾ ഈ അമൗണ്ട് കൂടി ചേർത്തിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. എനിവേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. താങ്ക്സ് ടു ഓൾ. നാളെ വേറെ വീഡിയോ ചെയ്യാം. നാളെ ഫ്രൈഡേ ആയിട്ട് നാളെ വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.